അതായത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി ബിറ്റ് കോയിൻ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ വാല്യൂ കൺവേർട്ട് ചെയ്ത് ബിറ്റ് കോയിനിലേക്ക് മാറ്റിയിട്ട് അത് ഒരു 4 കൊല്ലത്തേക്ക് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അയാളുടെ ചുറ്റുപാടുമുള്ള അയാൾ കാണുന്നതും തൊടുന്നതും എല്ലാത്തിൻ്റെയും അതായത് ഈ ലോകത്തുള്ള എല്ലാ സാധനങ്ങളുടെയും വാല്യൂ ബിറ്റ് കോയിനെതിരെ താഴോട്ട് പോയിക്കൊണ്ടേയിരിക്കുമായിരിക്കും. അതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ 4 കൊല്ലം കഴിയുന്തോറും അയാളുടെ പർച്ചേസിങ് പവർ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും മൾട്ടിപ്പിൾ ടൈംസ്. യു വിൽ ഗോയിങ് ടു ഫൈൻഡ് ഇറ്റ്. നമ്മൾ ഇന്നേ വരെ അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണെന്നറിയോ? നമുക്ക് ഈ ലോകത്ത് ഇന്നേ വരെ ഒരു ഹാർഡായിട്ടുള്ളൊരു മണി കിട്ടിയിട്ടില്ല, അതായിട്ടുള്ള സ്കേഴ്സ് ആയിട്ടുള്ളൊരു മണി കിട്ടിയിട്ടില്ല, അതായത് ലിമിറ്റഡ് ആയിട്ടുള്ളൊരു മണി ഒരിക്കലും നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് കാണിക്കാൻ പോകുന്ന ഡേറ്റ നിങ്ങൾക്കൊരു പുതുമ തോന്നും. നിങ്ങളങ്ങനെ അധികം ആരും കണ്ടിട്ടില്ലായിരിക്കും. അധികമൊന്നല്ല, നിങ്ങൾ മിക്കവരും 99% ആളുകൾ ഇത് കണ്ടിട്ടുണ്ടായിരിക്കത്തില്ല. എക്സ്പീരിയൻസ് നിങ്ങളിനി ആദ്യമായിട്ടായിരിക്കും അതിനെക്കുറിച്ചൊന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് ആദ്യമായിട്ടായിരിക്കും നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യാൻ പോകുന്നത്. അത് ചിലപ്പോൾ ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ ആ ഒരു മേഖലയിലോട്ട് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി പോകുന്നത്. കാരണം എന്താണെന്ന് അറിയാമോ? നമ്മൾ ഈ ലോകത്തുള്ള ചുറ്റുപാടുമുള്ള എല്ലാ സാധനങ്ങൾക്കും നമ്മൾ വാല്യൂ ഇടുന്നത് നമ്മൾ ജനിച്ച് വളരുന്ന ആ രാജ്യത്തിലെ കറൻസി വെച്ചിട്ടാണ്. ഇപ്പോൾ നിങ്ങളൊരു ഐഫോൺ മേടിക്കുന്നു, ഇന്ത്യൻ കറൻസിയിലല്ല അതിൻ്റെ വാല്യൂ കാണുന്നത്, വേറൊരു രീതിയിൽ വാല്യൂ കാണുന്നത് മാക്സിമം എന്ത് ചെയ്യാൻ നോക്കും, ചിലപ്പം US ഡോളറുമായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്യുമായിരിക്കും. ദാറ്റ് ഈസ് ആൾസോ ഫിയറ്റ് കറൻസി അല്ലെങ്കിൽ സോഫ്റ്റ് മണി. അപ്പോൾ നിങ്ങളെല്ലാം കാണുന്നത് ഒരു ഫിയറ്റ് വേൾഡിലാണ്. എല്ലാത്തിനെയും ഒരു ഫിയറ്റിൻ്റെ കണ്ണുകളിലൂടെയാണ് നിങ്ങൾ കാണുന്നത്. ഫിയറ്റ് കറൻസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് സോഫ്റ്റ് മണി. നമ്മൾ അതിനെ സോഫ്റ്റ് മണി എന്ന് വിളിക്കും. സോഫ്റ്റ് മണിയുണ്ട്, ഹാർഡ് മണിയുണ്ട്. സോഫ്റ്റ് മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ എ ഹ്യൂമൻ ക്യാൻ ക്രിയേറ്റ് ഓർ പ്രിൻറ്റ് ഓർ മേക്ക് ദിസ് മണി ആസ് മച്ച് ആസ് ദേ ക്യാൻ വെൻ എവർ ദേ നീഡ്. അവരുടെ ആവശ്യത്തിനനുസരിച്ച് അവർക്ക് ഈ പൈസ പ്രിൻറ്റ് ചെയ്യാനൊക്കും മേക്ക് ചെയ്യാനൊക്കും. അവർക്കൊരു ആവശ്യം തോന്നി, ഓക്കെ പൈസ പ്രിൻറ്റ് ചെയ്തേക്കാം. അതിനെയാണ് സോഫ്റ്റ് മണി എന്ന് പറയുന്നത്. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും പ്രിൻറ്റ് ചെയ്യാം. ഒരു മനുഷ്യൻ എപ്പോൾ വേണമെങ്കിലും അത് പ്രിൻറ്റ് ചെയ്യാം. ഒരു മനുഷ്യൻ പ്രിൻറ്റ് ചെയ്ത പൈസയ്ക്ക് വേണ്ടിയല്ലേ നമ്മളിന്ന് ജോലി ചെയ്യുന്നത്. നമ്മുടെ ലോകത്തിലെ ഏറ്റവും ലിമിറ്റഡ് ആയിട്ടുള്ള സാധനം എന്താണ്? ടൈം ആൻഡ് ബിറ്റ് കോയിൻ. അപ്പോൾ നമ്മൾ ഈ ടൈം സ്പെൻഡ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഒരു മനുഷ്യൻ ഉണ്ടാക്കുന്ന പൈസയ്ക്ക് വേണ്ടിയാണ് നമ്മളിവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഹാർഡ് മണി എന്ന് വെച്ചാൽ എന്താണ്? ഹാർഡ് മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഒരു മനുഷ്യനും they cannot print or make that money for them. അതായത് അവരുടെ ആവശ്യത്തിനനുസരിച്ച് they cannot easily make that money. ഒരു ഉദാഹരണം ഗോൾഡ് അവർ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പോയി നമുക്ക് ഉണ്ടാക്കാൻ നോക്കുമോ? നോ, വി ഹാവ് ടു ഗോ ആൻഡ് മൈൻ ഇറ്റ്, അല്ലേ? അവിടെ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഗോൾഡ് കിട്ടും. അങ്ങനെയാണെങ്കിൽ ഗോൾഡിന് നമ്മൾ ഹാർഡ് മണി എന്ന് പറയും, ഫിയറ്റ് കറൻസി നമ്മൾ സോഫ്റ്റ് മണി എന്ന് പറയും. ലോകത്തിൽ തന്നെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള മണി എന്നറിയോ? ദ ഹാർഡസ്റ്റ് മണി ദാറ്റ് ഈസ് ബിറ്റ് കോയിൻ. കാരണം ലോകത്തിന് ആര് വിചാരിച്ചാലും 21 മില്യണിൽ കൂടുതൽ ഉണ്ടാക്കാൻ ഒക്കത്തില്ല. ലോകത്തിന് എത്ര വലിയ എക്യുപ്മെൻറ്റ്സ് കൊണ്ടുവന്നാലും ഓരോ 10 മിനിറ്റിലും 3.125 ബിറ്റ് കോയിനെ കിട്ടത്തുള്ളൂ. അത് ഓരോ 4 കൊല്ലം ഇരിക്കലേ അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് സ്കേഴ്സ് മണി, ദ ഹാർഡസ്റ്റ് മണി. ഹാർഡായിട്ടുള്ളൊരു മണി സൂക്ഷിക്കുമ്പോൾ അയാളുടെ ചുറ്റുപാടുമുള്ള എല്ലാ സാധനങ്ങളുടെയും വാല്യൂ കുറഞ്ഞു വരും. അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. കാരണം നമുക്ക് അങ്ങനൊരു സംഭവം, അങ്ങനൊരു ഹാർഡ് മണി നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, നമ്മൾ ഹോൾഡ് ചെയ്തിട്ടില്ല. അതിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഓക്കെ, നമുക്ക് നേരെ ആ ചാർട്ടിലേക്ക് പോവാം. നിങ്ങൾ ഈ കാണുന്നത് ഒരു വെബ്സൈറ്റാണ്, പ്രൈസ്ഡ് ഇൻ ബിറ്റ് കോയിൻ 21 എന്ന് പറയുന്നത്. ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വെബ്സൈറ്റാണ്. നിങ്ങൾക്ക് അതിനകത്ത് പോയി നിങ്ങൾക്ക് തന്നെ ഇതെല്ലാം സെറ്റിങ്സ് എല്ലാം ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് തന്നെ ടെസ്റ്റ് ചെയ്യാം. ഇവിടെ കാണുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മീഡിയൻ ന്യൂ ഹോം, അതായത് US ഒരു വീടിൻ്റെ വില സംബന്ധമായിട്ടുള്ളൊരു ചാർട്ടാണിത്. ഓക്കെ, അതായത് ഈ ഒരു ചാർട്ട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ താഴെ കാണാം, നിങ്ങൾക്ക് ഇയർ കാണാം താഴെ. ഈ പച്ച ലൈൻ പോയേക്കുന്നത് നമ്മുടെ US ഡോളറിലെ വാല്യൂ ആണ്. ഈ ഓറഞ്ച് ലൈൻ പോയേക്കുന്നത് ബിറ്റ് കോയിൻ്റെ എണ്ണമാണ്. ഓക്കെ, ഗിവ് മി എ സെക്. ഓക്കെ, അതായത് ബിറ്റ് കോയിൻ്റെ എണ്ണമാണ്. അതായത് ഇവിടെ മൗസ് പോയിൻ്റർ കൊണ്ടുവെക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ നോക്കും 2011 സെപ്റ്റംബറിൽ US ഉള്ള ഒരു സാധാരണ വീട്, ഒരു ആവറേജ് വീടിൻ്റെ വില എന്ന് പറയുന്നത് $2,17,000 അതേ അന്ന് ആ 2,17,000 രൂപ വിലയുള്ള ആ ഒരു മീഡിയം ആവറേജ് ഹോം വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ 26,399 ബിറ്റ് കോയിൻ കൊടുക്കണമായിരുന്നു. ഓക്കെ, ഇനി ഒരു 4 കൊല്ലത്തിന് ശേഷം 2015 വരാം. 2015 എത്തുമ്പോൾ
ആ 2,17,000 രൂപ ഉണ്ടായിരുന്ന വീടിൻ്റെ വില $2,93,000 ഗൈസ്. ഞാൻ കാനഡയിലാണ്, അതുകൊണ്ട് ഇവിടുത്തെ ഏകദേശം ആവറേജ് വീടിൻ്റെ പ്രൈസൊക്കെ എനിക്കറിയാം. ഇത് കറക്റ്റാണ്, എക്സാക്ട്ലി ഇത് റിയൽ ആയിട്ടുള്ള ഇൻഫർമേഷനാണ്. US ഏകദേശം 2015 ഏകദേശം 300K ഒരു ആവറേജ് വീട്, ഒരു അത്യാവശ്യം നല്ലൊരു ആവറേജ് വീട് കിട്ടും. ഓക്കെ, അപ്പോൾ 2015 ഒരു ആവറേജ് വീടിൻ്റെ വില $2,93,000 ഓക്കെ, അവിടെ 2015 ആ ഒരു വീട് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് 2011 അതേ വീട് തന്നെയാണ് 2015 വന്നപ്പം വില കൂടിയതാണ്, മനസ്സിലാവുന്നുണ്ടല്ലോ. അതായത് അറൗണ്ട് 300,000 2015 കൂടുന്നു. ആ വീടിൻ്റെ വിലയ്ക്ക് ആ വീട് മേടിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് 2011 അതേ വീട് 2015 മേടിക്കണമെന്നുണ്ടെങ്കിൽ 959 ബിറ്റ്കോയിൻ മാത്രം കൊടുത്താൽ മതി. പക്ഷേ 2011 എത്ര കൊടുക്കണമായിരുന്നു? 26,399 ബിറ്റ്കോയിൻ കൊടുക്കുന്ന സ്ഥാനത്ത് 2015 959 ബിറ്റ്കോയിൻ കൊടുത്താൽ മതി. പക്ഷേ $3,12,000 നിങ്ങൾക്ക് കൊടുക്കേണ്ടി വരും, കൂടുതൽ കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ 2020 അതേ വീടിൻ്റെ പ്രൈസ് 3,41,000 ആയി. ആ സ്ഥാനത്ത് വെറും 33 ബിറ്റ്കോയിൻ കൊടുത്താൽ മതി. മനസ്സിലാവുന്നുണ്ടോ? നമുക്കതിൻ്റെ കുറിച്ചുള്ള ഡീറ്റെയിൽസിൽ ഇപ്പോൾ വരാം. ഇപ്പോൾ ഈ 2025 ആ വീടിൻ്റെ പ്രൈസ് എന്ന് വെച്ചാൽ ഏകദേശം 4,34,700. ദാറ്റ്സ് കറക്റ്റ് ആക്ച്വലി. 4,34,000 രൂപ ആവറേജ് വീടിന്. ഇപ്പോൾ അത് വെറും 4-5 ബിറ്റ്കോയിൻ കൊടുത്താൽ മതി. ഇവിടെ നിങ്ങൾക്ക് ഇവിടെ മുകളിൽ കണ്ടോ 89,000. ഇവിടെ പ്രൈസ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. നമ്മളിപ്പോൾ ഇവിടെ കാണാം, ടോപ്പിൽ കാണാം 84,000 ആയി. ഇതിനകത്ത് പ്രൈസ് അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അത് ചെറിയൊരു വ്യത്യാസം കാണും കേട്ടോ. അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു വ്യക്തി ഇവിടെ വീട് മേടിക്കാൻ വേണ്ടി പൈസ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഓരോ 4 കൊല്ലം കഴിയും തോറും ആ വീടിൻ്റെ വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം വീണ്ടും പൈസ കൂടുതൽ സേവ് ചെയ്യേണ്ടി വരും ആ വീട് മേടിക്കാൻ വേണ്ടി. ആ 4 കൊല്ലത്തിനുള്ളിൽ അദ്ദേഹം വീട് മേടിച്ചില്ലെങ്കിൽ അടുത്ത 4 കൊല്ലം ഈ വീടിൻ്റെ പ്രൈസ് വീണ്ടും കൂടും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ എന്താണ്, 2011 2,17,000 ഉണ്ടായിരുന്നത് 4 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അത് 3,12,000 ആവും. അതായത് 2,17,000 നിന്ന് 3,15,000 വരും. ആ 3,15,000 നിന്ന് 4 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് പോകുന്നത് എവിടെയാണ്? ഇവിടെ ഹയസ്റ്റ് വന്ന് 2022 മറ്റേ കോവിഡ് വന്നതിന് ശേഷം നമ്മുടെ പ്രൈസിൻ്റെയും റിയൽ എസ്റ്റേറ്റിൻ്റെ പ്രൈസ് എല്ലാം കൂടി ഇൻഫ്ലേഷൻ വന്നു. അത് 4,93,000. ഇപ്പോൾ ഏകദേശം പയ്യെ കുറഞ്ഞു 4,34,000. അപ്പോൾ അന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വ്യക്തിക്ക് വീട് മേടിക്കണമെന്നുണ്ടെങ്കിൽ ആ പൈസ കൂട്ടിക്കൊണ്ടിരിക്കും തോറും, അല്ലെങ്കിൽ അവൻ 2 ജോലി ചെയ്ത് അവൻ പൈസ സേവ് ചെയ്ത് വീട് മേടിക്കാൻ നോക്കും തോറും വീടിൻ്റെ വാല്യൂ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. വീടിൻ്റെ വാല്യൂ കൂടുന്നതാണോ? അല്ല, പൈസ പ്രിൻ്റ് ചെയ്യുന്നതിനനുസരിച്ച് പൈസയുടെ വാല്യൂ കുറയുന്നതാണ്. പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ 2011 നിങ്ങൾക്ക് 26,000 ബിറ്റ്കോയിൻ മേടിക്കണമെന്ന് ഉണ്ടായിരുന്നെങ്കിൽ, ഉദാഹരണം 2011 26,000 ബിറ്റ്കോയിൻ ഉള്ള ഒരാൾ, അയാളുടെ കയ്യിൽ 26,000 ബിറ്റ്കോയിൻ ഉണ്ട്. അയാൾ 2011 ആ വീട് മേടിക്കുന്നില്ല, അയാൾ അത് ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുവാണ്. ഓക്കെ, 2016 വരുമ്പോൾ അല്ലെങ്കിൽ 2015 വരുമ്പോൾ അതേ വീടിൻ്റെ പ്രൈസ് 3,12,000 കൂടി, വില കൂടി, ഏകദേശം ഒരു 100,000 കൂടി. അവിടെ അന്നേരവും അദ്ദേഹം ബിറ്റ്കോയിന് 26,000 ബിറ്റ്കോയിൻ ഉണ്ട്. പക്ഷേ അയാൾ നോക്കുമ്പോൾ ആ ബിറ്റ്കോയിൻ്റെ വാല്യൂ അയാൾക്കിപ്പോൾ 26,000 ബിറ്റ്കോയിൻ കൊടുക്കണ്ട, അതിന് പകരം 959 ബിറ്റ്കോയിൻ കൊടുത്താൽ മതി അതേ വീട് കിട്ടാൻ വേണ്ടി. അപ്പോൾ അയാൾ എന്ത് ചെയ്തു? ഓക്കെ, ഇനി കുറേ നാളും കൂടെ കഴിഞ്ഞിട്ട് മേടിക്കും, കാരണം ഇനിയും മുന്നോട്ട് പോകുമ്പം എനിക്ക് വളരെ കുറച്ച് ബിറ്റ്കോയിൻ കൊടുത്താൽ മതി. അങ്ങനെ 2024 വരുമ്പോൾ 25 വരുമ്പോൾ ആ വീടിൻ്റെ പ്രൈസ് കൂടി 4,34,700 ആയി. പക്ഷേ നമ്മുടെ ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുന്ന ആൾ കൺസേൺ അല്ല, കാരണം അയാൾ സേവ് ചെയ്യുന്നത് US ഡോളറിലല്ല. ഓക്കെ, ആ സമയത്ത് 26,000 രൂപയ്ക്ക് 26,000 ബിറ്റ്കോയിന് കൊടുത്താൽ കിട്ടുന്ന വീട് ഇന്ന് പ്രൈസ് കൂടിയിട്ടും അദ്ദേഹത്തിന് 4 ബിറ്റ്കോയിൻ കൊടുത്താൽ
ഇന്ന് ആ വീട് കിട്ടും, സെയിം വീട് കിട്ടും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ലെറ്റ് മീ ക്ലിയർ ദിസ് തിങ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2028 എത്ര ബിറ്റ് കോയിൻ കൊടുക്കേണ്ടി വരും? ഈ വീടിൻ്റെ പ്രൈസ് മേപ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും. അതായത് $, മേപ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കും. സെയിം വീട്, അതായത് 2011 പണിയിച്ച സെയിം വീട് തന്നെയാണ് ഈ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ 2008 ചിലപ്പോൾ 0.5 അതായത് അര ബിറ്റ് കോയിന് നിങ്ങൾക്ക് US-ലുള്ള ഒരു വീട്, ആവറേജ് വീട് നിങ്ങൾക്ക് മേടിക്കാൻ ഒക്കും. നിങ്ങളുടെ കയ്യിൽ ഒരു അര ബിറ്റ് കോയിൻ ഉണ്ടെങ്കിൽ US-ലെ ഒരു ആവറേജ് വീട് മേടിക്കാൻ ഒക്കും. പ്രൈസ് എത്രയും ആയിക്കോട്ടെ. 2032 വീടിൻ്റെ പ്രൈസ് കൂടിക്കൊണ്ടിരിക്കും $. സെയിം വീടിന് 0.05 ബിറ്റ് കോയിൻ മതിയായിരിക്കും. പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അതായത് വെറും 5 ബിറ്റ് കോയിൻ്റെ ഒരു 5% ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് US-ലൊരു നല്ലൊരു വീട് വാങ്ങിക്കാം. ചിലപ്പോൾ US-ൽ ചിലപ്പോൾ ആ വീടിൻ്റെ വില ചിലപ്പം $700,000 ഒക്കെ ആയിരിക്കും $1. അതായത് ഇതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങളുടെ $, വാല്യൂ പോയിക്കൊണ്ടേയിരിക്കും. എന്തിൻ്റെ ആയിക്കോട്ടെ, സ്റ്റോക്കിൻ്റെ ആണെന്നുണ്ടെങ്കിലും, ഗോൾഡ് ആണെങ്കിലും, റിയൽ എസ്റ്റേറ്റ് ആണെന്നുണ്ടെങ്കിലും, നിങ്ങളുടെ മ്യൂച്വൽ ഫണ്ട് ആണെന്നുണ്ടെങ്കിലും, അത് ഫിയറ്റ് കറൻസിയാണ് ഇതിനെ തേടി പോകുന്നത്. അതായത് അൺലിമിറ്റഡ് ആയിട്ട് പ്രിൻറ്റ് ചെയ്യാൻ ഒക്കുന്ന ഫിയറ്റ് കറൻസി ഒരു സ്റ്റോക്കിനെ തേടി പോകും. ഓക്കെ, സോ ഫിയറ്റ് കറൻസിയിൽ വെച്ച് ആ കണ്ണിലൂടെ നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന വാല്യൂ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ ബിറ്റ് കോയിൻ സ്റ്റാൻഡേർഡിൽ ഇതിൻ്റെ വാല്യൂ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ബിറ്റ് കോയിൻ ലിമിറ്റഡാണ്. ലിമിറ്റഡ് ആയിട്ടുള്ളൊരു മണി അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ടുള്ളൊരു മണി ഭൂമിയിലേക്ക് വരുമ്പോൾ ബാക്കിയുള്ള ഈ സ്ട്രോങ് ആയിട്ടുള്ള മണിയുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന എല്ലാ അസറ്റിൻ്റെയും വാല്യൂ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കാണാം. അങ്ങനെ അസറ്റ് ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മൾ ഇത്രയും നാൾ ഫിയറ്റ് കണ്ണിലൂടെയാണ് നമ്മളെല്ലാം നോക്കിക്കണ്ടത്. അതായത് ഇന്ത്യൻ കറൻസിയിലും അല്ലെങ്കിൽ കാനഡിയൻ ഡോളർ, സിംഗപ്പൂർ ഡോളർ അല്ലെങ്കിൽ US ഡോളറിലൂടെയാണ് എല്ലാ അസറ്റുകളുടെയും വാല്യൂ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്കൊരു ഫിക്സഡ് യൂണിറ്റ് വേണം. നമ്മൾ നീളം അളക്കാൻ മെഷർമെൻ്റ് അല്ലേ യൂസ് ചെയ്യുന്നത്, സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ മീറ്റർ അല്ലേ യൂസ് ചെയ്യുന്നത്. ഇത് മാറിക്കൊണ്ടിരിക്കുമോ? ഇല്ല. നമ്മൾ വെയിറ്റ് അളക്കാൻ കിലോഗ്രാം അല്ലെങ്കിൽ പൗണ്ട് അല്ലേ യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ഈ ഒരു മെഷർമെൻറ്റ് മാറിക്കൊണ്ടിരിക്കുമോ? അതുപോലെ തന്നെ നമ്മൾ മേടിക്കുന്ന ലോകത്തുള്ള എല്ലാ വാല്യൂ ആയിട്ടുള്ള അസറ്റും, റിയൽ എസ്റ്റേറ്റ് ആണെങ്കിലും എല്ലാത്തിൻ്റെയും വാല്യൂ എങ്ങനെ അളക്കാൻ ഒക്കും? വെയിറ്റിനകത്ത് അളക്കാൻ ഒക്കുമോ? സെൻറ്റിമീറ്ററിനകത്ത് അളക്കാൻ ഒക്കുമോ വാല്യൂ? ഇല്ല. നമ്മൾ വാല്യൂ എങ്ങനെ അളക്കണം? ഫിക്സഡ് ആയിട്ടുള്ള ഒരു മണി ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രമേ ഇത് റിയൽ എസ്റ്റേറ്റിൻ്റെ വാല്യൂ റെഡി ആകത്തുള്ളൂ. അങ്ങനെ ഫിക്സഡ് ആയിട്ടുള്ള മണി ഉണ്ടെങ്കിൽ ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു വരുന്ന കാണാം. ദാറ്റ്സ് എ റിയാലിറ്റി ആക്ച്വലി. ഇത് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് മനസ്സിലാവത്തില്ല. കാരണം അങ്ങനൊരു സംഭവം റിയലായിട്ടുള്ള മണി നമുക്ക് ഇതേ വരെ കിട്ടിയിട്ടില്ല. ഉണ്ടായിരുന്നു ഗോൾഡ്, പക്ഷേ ഗോൾഡ് ഇപ്പോൾ ഫെയിൽ ആവുന്നുണ്ട്. ഇപ്പോഴും ദാറ്റ്സ് ബിറ്റ് കോയിൻ. യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദോസ് തിങ്സ്. അതായത് നിങ്ങൾ സ്റ്റോക്കിലിട്ടേക്കുന്നതും ഗോൾഡിൻ്റെയും റിയൽ എസ്റ്റേറ്റിൻ്റെയൊക്കെ വാല്യൂ ബിറ്റ് കോയിനെതിരെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് നിങ്ങൾ ബിറ്റ് കോയിൻ ഒരു 4 കൊല്ലം ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ മേടിക്കുന്ന സാധനം 4 കൊല്ലത്തിന് ശേഷം നിങ്ങൾക്ക് വളരെ ചീപ്പായിട്ട് മേടിക്കാൻ ഒക്കും. നിങ്ങളിവിടെ കണ്ടു ഉദാഹരണം. ഇത് സത്യമാണ്. കാനഡയിൽ എക്സ്ട്രീമാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റിൻ്റെ വാല്യൂ കൂടിയത്. വാല്യൂ അല്ല, പണപ്പെരുപ്പം കാരണം ഇതിൻ്റെ വാല്യൂ ഇങ്ങനെ നമ്മൾ വാല്യൂ കൂടി എന്നാണ് പറയുന്നത്. ഒരിക്കലും വാല്യൂ അല്ല കൂടുന്നത്. പൈസ പ്രിൻറ്റ് ചെയ്തതനുസരിച്ച് ഇതിൻ്റെ വാല്യൂ കുറഞ്ഞു വരുവാണ്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിലൂടെ പോകണം. അത് കഴിഞ്ഞ് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഇതും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ. അതിനുശേഷം ആ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് പോവാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പൈസ പ്രിൻറ്റ് ചെയ്യുന്നതിനനുസരിച്ച് നമ്മുടെ കയ്യിലുള്ള പൈസയുടെ വാല്യൂ കുറയും അല്ലേ? US-ൽ 2020 കോവിഡ് ഉണ്ടാവുന്നു അല്ലേ? ഏകദേശം മാർച്ചോടെ നമ്മൾ ഇതിനെക്കുറിച്ചുള്ള ന്യൂസുകളൊക്കെ കേൾക്കുന്നു.
പെട്ടെന്ന് ലോകത്തെല്ലായിടവും വല്ലാത്തൊരു സ്തംഭനം ഉണ്ടാകുന്നു. ലോകത്തെല്ലായിടവും സർവീസും എല്ലാം സ്റ്റോപ്പ് ചെയ്യുന്നു അല്ലേ? മാർച്ചിലാണ് ഈ ഒരു ന്യൂസ് ഫെബ്രുവരി മാർച്ചിലൊക്കെയാണ് ഏകദേശം ഈ ഒരു ന്യൂസ് വരുന്നത്. അപ്പോൾ ഏകദേശം 15 ട്രില്യൺ ആയിരുന്നു US എക്കോണമിയിലുള്ള $, എണ്ണം. അതായത് US എക്കോണമിയിൽ മൊത്തം 15 ട്രില്യണോളം $, ആയിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ഏകദേശം കഴിഞ്ഞ 100 കൊല്ലമായിട്ട് പ്രിൻ്റ് ചെയ്തേക്കുന്ന മൊത്തം $, എണ്ണം ഏകദേശം 15 ട്രില്യൺ 2020 കേട്ടോ. 2022 ആയപ്പോഴത്തേക്ക് ഈ 15 ട്രില്യൺ ഉള്ളത് ഏകദേശം 21 ട്രില്യണായി. അതായത് ഈ 100 കൊല്ലം കൊണ്ട് ഇത്രയും നാൾ പ്രിൻ്റ് ചെയ്തിരിക്കുന്ന പൈസയുടെ 40% പൈസ ഈ 2 കൊല്ലം കൊണ്ട് പ്രിൻ്റ് ചെയ്തു. 40% അധികം പൈസ $, പ്രിൻ്റ് ചെയ്തു. അതുകൊണ്ടാണ് 23-നും 24-നും നമ്മൾ ഇൻഫ്ലേഷൻ കണ്ടത്. ഏകദേശം 9% ഇൻഫ്ലേഷൻ പോയി. യഥാർത്ഥത്തിൽ 9% അല്ല, 40% ഇൻഫ്ലേഷൻ. ഐ നോ ഇറ്റ്. കാരണം ഞാൻ ഇവിടെ ആയതുകൊണ്ട് എനിക്കറിയാം. കാനഡയുടെ സ്ഥിതി വ്യത്യാസമൊന്നും അല്ലായിരുന്നു, അതിനേക്കാളും കൂടുതൽ പൈസ പ്രിൻ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ എന്തുമാത്രം ഇൻഫ്ലേഷൻ വന്നതെന്നറിയോ? 300K കടന്ന വീട് 600K. ലോകത്തിലെ ഏറ്റവും കൂടുതൽ റിയൽ എസ്റ്റേറ്റിന് വാല്യൂ അല്ല, ഈ പ്രിൻ്റ് കാരണം ഇൻഫ്ലേഷൻ കൂടിയേക്കുന്നത് കാനഡയിലാണ്. 2020 മുന്നേ ഒരു ജോലി മതിയായിരുന്നു ജീവിക്കാൻ എന്നുണ്ടെങ്കിൽ ഇന്ന് 2 ജോലി ചെയ്യണം. ജീവിക്കാനല്ല, സർവൈവ് ചെയ്യാൻ വേണ്ടി. പറഞ്ഞ മനസ്സിലാകുന്നുണ്ടോ? സർവൈവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കാനഡയിൽ 2 ജോലി വരെ ചെയ്യണം. എങ്കിൽ മാത്രമേ സർവൈവ് ചെയ്യാൻ നോക്കൂ. അത്രമാത്രം ഇൻഫ്ലേഷൻ കൂടിയിട്ടുണ്ട്. $10 സാധനം $20, അല്ലെങ്കിൽ $15, $18. നേരത്തെയൊക്കെ 2020 മുന്നേയൊക്കെ ഒരു കിറ്റുമായിട്ട് അല്ലെങ്കിൽ ഒരു വാൾമാർട്ടിലോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ ആ ഒരു കിറ്റ് നിറയെ നമുക്ക് സാധനങ്ങളായിട്ട് വരാം. ഇന്നാണെങ്കിൽ അതിൻ്റെ പകുതി സാധനങ്ങൾക്ക് ആ വിലയ്ക്ക് മേടിക്കാൻ നോക്കത്തില്ല. ഐ ക്യാൻ ഫീൽ ഇറ്റ്, ദ ഡിഫറൻസ്. ഇന്ത്യയിൽ മോശമൊന്നുമല്ല. ഇന്ത്യയിലും 2020 മുതൽ 2022 വരെ ഏകദേശം 50% പുതിയ പൈസ പ്രിൻ്റ് ചെയ്തു. അതായത് ഇത്രയും നാൾ ഉണ്ടായിരിക്കുന്നതിൻ്റെ പൈസയുടെ 50% 2 കൊല്ലം കൊണ്ട് പ്രിൻ്റ് ചെയ്തു. നിങ്ങൾ ഓർക്കണം, കഴിഞ്ഞ 15 കൊല്ലമോ അല്ലെങ്കിൽ 20 കൊല്ലമായിട്ട് കഷ്ടപ്പെട്ട് ആളുകൾ പൈസ ഉണ്ടാക്കി ബാങ്കിൽ ഇട്ടേക്കുന്നവരുടെ പൈസ 2022 മുതൽ 2023 കൊണ്ട് 40% ലോസ് ചെയ്തു. 2 കൊല്ലം കൊണ്ട്. അവർ 15 കൊല്ലം കൊണ്ട് വർക്ക് ചെയ്തേക്കുന്നതിൻ്റെ പൈസയുടെ 40%. ഡു യു ഫീൽ ഇറ്റ്, ദോസ് കൈൻഡ് ഓഫ് തിങ്സ്? ഇനി ഇതൊന്നും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഈ മോനും മനസ്സിലാക്കി തുടങ്ങണം ഇതെന്താണ്. അതുകൊണ്ടാണ് ഗൾഫിൽ കിടന്ന് വർക്ക് ചെയ്യുന്ന ആളുകൾ ഇന്നും അവിടെ കിടന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നാട്ടിൽ വന്നാൽ രണ്ടാമത് വേറെ ഏതെങ്കിലും ജോലി ചെയ്യേണ്ടി വരും. കാരണം കോൺഫിഡൻസ് ഇല്ല, കാരണം പൈസ ഇല്ല. വർക്ക് ചെയ്യേണ്ടി വരും, നാട്ടിൽ വന്ന് ബിസിനസ് തുടങ്ങേണ്ടി വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്യേണ്ടി വരും. ദാറ്റ്സ് ദ ട്രൂത്ത് ആക്ച്വലി. എന്തുകൊണ്ട്? ഇപ്പോൾ ഒരു ഫിക്സഡ് ആയിട്ടുള്ള എന്ന് വായിച്ചോട്ടെ, ഒരു പ്രോഡക്റ്റാണ് ഇതൊക്കെ എന്നിരിക്കട്ടെ. അപ്പോൾ ഇത് കുറേ പൈസ, അൺലിമിറ്റഡ് ആയിട്ടുള്ള പൈസ പ്രിൻ്റ് ചെയ്തേക്കുവാണ്. ഓക്കെ, ഈ പൈസ ഈ ലിമിറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റിലേക്ക് തേടി വരുമ്പോൾ അതിൻ്റെ പ്രൈസ് കൂടും. അപ്പോഴാണ് ഗവൺമെൻറ് ഒരു 40% കൂടുതൽ പ്രോഡക്റ്റും കൂടെ പൈസയും കൂടെ പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോഴും ഈ പ്രോഡക്റ്റ് കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഇത്രയും പണപ്പെരുപ്പം ഉണ്ടാകുമ്പോൾ ആ പൈസ മുഴുവൻ ഈ ഒരു പ്രോഡക്റ്റിനെ തേടി വരുമ്പോൾ ഇതിൻ്റെ വാല്യൂ കൂടും, ഡിമാൻഡ് കൂടും. അതായത് ഇന്ത്യ വളരെ പ്രൊഡക്റ്റീവായിട്ടോ അല്ലെങ്കിൽ സർവീസസോ പ്രോഡക്റ്റോ ഇമ്പ്രൂവ് ചെയ്തിട്ടില്ല. അതുകൂടാതെ 40-45% കൂടുതൽ പൈസ പ്രിൻ്റ് ചെയ്യുമ്പോൾ ഇവിടെ മാർക്കറ്റിലുണ്ടായിരിക്കുന്ന എല്ലാ പ്രോഡക്റ്റിൻ്റെയും സർവീസിൻ്റെ ഇത് കൂടും, പൈസ കൂടും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പണപ്പെരും കൂടുതൽ 40% പ്രിൻ്റ്. അപ്പോൾ എന്ത് സംഭവിക്കും? സാധാരണ ആളുകളുടെ ബാങ്കിൽ കിടക്കുന്ന 1000 രൂപയ്ക്ക് ഇന്ന് മേടിക്കാൻ ഒക്കുന്ന സാധനം 4 കൊല്ലം കഴിയുമ്പോൾ 1500 രൂപയ്ക്ക് മേടിക്കേണ്ടി വരും. അതായത് നിങ്ങളിപ്പോൾ പച്ചക്കറി മേടിക്കുമ്പോൾ ഒരു 150 രൂപയുടെ ഒരു 200 രൂപയ്ക്ക് ഒരു പച്ചക്കറി കിറ്റ് മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ 4 കൊല്ലം കഴിയുമ്പോൾ അത് 250 ആകുമ്പോൾ പച്ചക്കറിയുടെ വാല്യൂ കൂടിയതാണോ? തക്കാളിക്ക് എന്തെങ്കിലും വാല്യൂ കൂടുമോ?
10 കൊല്ലത്തിന് മുന്നുള്ള തക്കാളി തന്നെയല്ലേ ഇപ്പം, അല്ലെങ്കിൽ ആ തക്കാളിക്കകത്ത് സ്വർണ്ണമൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ സിൽവർ എന്തെങ്കിലും ഉണ്ടോ? സെയിം തക്കാളി, പക്ഷേ കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും. എന്തുകൊണ്ട്? പണപ്പെരുപ്പം, കൂടുതൽ പൈസ പ്രിൻ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ പൈസ പ്രിൻ്റ് ചെയ്യുമ്പോൾ ഗവൺമെൻറ്റുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും വെൽത്തി ആയിട്ടുള്ള ആളുകൾക്കാണ് അതുകൊണ്ടുള്ള ഗുണം ഉണ്ടാകുന്നത്. ദേ വിൽ ഗെറ്റ് ദാറ്റ് മണി വിത്ത് ലെസ് ഇൻട്രസ്റ്റ് റേറ്റ്, ഓൾമോസ്റ്റ് സീറോ, അതായത് ഫ്രീ മണി. ദേ വിൽ പുട്ട് ഇൻ അസറ്റ്സ്. ആ മണി അവർ കൺവേർട്ട് ചെയ്ത് അസറ്റ്സിലേക്ക് മാറ്റും, സ്റ്റോക്കിലേക്ക് മാറ്റും. അതിൻ്റെ പ്രൈസ് കൂടും. പക്ഷേ സാധാരണക്കാരൻ്റെ ബാങ്കിൽ കിടക്കുന്ന പൈസ എടുത്ത് പുതിയൊരു മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ വാല്യൂ എന്താണ്, ഇൻഫ്ലേഷൻ കാരണം കൂടി നമുക്ക് പർച്ചേസിങ് പവർ പോയിക്കൊണ്ടേയിരിക്കും. അതേസമയം അസറ്റുകൾ വാങ്ങിച്ചു കൂട്ടിയേക്കുന്ന ആളുകളുടെ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കും. ദാറ്റ്സ് ദ തിങ്. പക്ഷെ കളികളൊക്കെ മൊത്തത്തിൽ മാറി. ഇതിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, നമ്മുടെ ഗൾഫിൽ നിന്ന് പൈസ അയക്കുന്ന ഇപ്പം UAE ദർഹത്തിനാണ്ട് 23 ആണ്, AED ആണ് അല്ലേ. ഇന്ത്യൻ റുപ്പി ഈ ദർഹത്തിനെതിരെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ ദിവസം കഴിയും തോറും. അതായത് നിങ്ങൾക്കിവിടെ കാണാം, നമുക്ക് ചാർട്ടിലേക്ക് പോകാനേ. ഓക്കെ, നിങ്ങളിത് കണ്ടോ? ഇതുണ്ട് ഇന്ത്യൻ റുപ്പി ദർഹം AED. ഈ രണ്ടാമത് കടക്കുന്ന AED ആണ്, ദർഹമാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യൻ റുപ്പി ദർഹത്തിനെതിരെ വാല്യൂ കുറഞ്ഞുകൊണ്ട് വരുന്നതുണ്ടോ? നോക്കിയേ, ഒരിക്കലും മേപ്പോട്ട് പോയിട്ടില്ല. താഴ്ന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് മേപ്പോട്ട് പോകും, പക്ഷേ ലോങ് ടൈം ഇതെല്ലാം താഴ്ത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ദുബായി ചെന്നിട്ട് അല്ലെങ്കിൽ ഗൾഫ് കൺട്രി ചെന്നിട്ട് ആ പൈസ നേരെ ഇന്ത്യയിലോട്ട് വന്ന് കൺവേർട്ട് ചെയ്യുമ്പോൾ തന്നെ പിറ്റേ ദിവസം മുതൽ തന്നെ അതിന് വാല്യൂ താഴ്ത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയം തിരിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിലോ ഇന്ത്യൻ വെച്ച് നോക്കുമ്പോൾ ദർഹത്തിൻ്റെ വാല്യൂ കൂടിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങൾ ഓർക്കണം, ലോകത്തിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കറൻസിയാണ് US-ൻ്റെത്. അപ്പോൾ US ഏറ്റവും കൂടുതൽ വീക്കായിട്ടുള്ള കറൻസിയുടെ വാല്യൂ വേഗം താഴ്ത്ത് പോയിക്കൊണ്ടിരിക്കും. ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കറൻസിയുടെ വാല്യൂ പയ്യെ താഴ്ത്ത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. US ഡോളറും വാല്യൂം കുറയുന്നുണ്ട്, പക്ഷേ വളരെ ചെറുതായിട്ടേ കുറയുന്നുള്ളൂ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിസർവ് കറൻസി, ലോകത്തിലെ റിസർവ് കറൻസിയാണ്. എന്തെങ്കിലും ഇമ്പോർട്ടോ എക്സ്പോർട്ടോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ US-ലോട്ട് കൺവേർട്ട് ചെയ്യണം. അതുകൊണ്ട് തന്നെ അതിന് വാല്യൂ ചെറുതായിട്ടേ കുറഞ്ഞുകൊണ്ട് വരത്തുള്ളൂ. പക്ഷേ 2022 നമ്മൾ കണ്ടാണ് അതിൻ്റെ വാല്യൂ നേരെ കുത്തനെ താഴ്ത്ത് പോകുന്നത്. US ഡോളറിൻ്റെ വാല്യൂവും താഴ്ത്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്, 0-ലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് ചെറുതായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് കമ്പയർ ടു അതർ വീക്കായിട്ടുള്ള കറൻസീസ് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഒന്നിലും രക്ഷയില്ല. അപ്പോൾ ഇനി ആണ് നമ്മൾ കാണാൻ പോകുന്ന കാര്യങ്ങൾ. നിങ്ങൾ നേരത്തെ കണ്ടല്ലോ, ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുമ്പോൾ റിയൽ എസ്റ്റേറ്റിൻ്റെ വാല്യൂ കുറയുന്നത്. ഇനി നമുക്ക് സ്റ്റോക്കിൻ്റെ വാല്യൂ നമുക്ക് നോക്കാം. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഈ ട്രേഡിംഗ് വ്യൂ ഉണ്ടെങ്കിൽ, ഞാനിത് പെയ്ഡ് വെർഷനാണ്, പെയ്ഡ് വെർഷനകത്ത് ഇത് കാണാൻ ഒക്കത്തുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു. പെയ്ഡ് വെർഷനിൽ ചെന്നിട്ട് നിങ്ങൾ ഇവിടെ ചെന്ന് ലെഫ്റ്റിൽ ചെന്നിട്ട് ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മുടെ ആപ്പിൾ, നിങ്ങൾക്കറിയാം ലോകത്തിലെ ഏറ്റവും പവർഫുള്ളായിട്ടൊരു സ്റ്റോക്കാണ് ആപ്പിൾ. അപ്പം ആപ്പിളിനെ കമ്പയർ ചെയ്യുമ്പോൾ ബിറ്റ്കോയിനെതിരെ ഈ ആപ്പിളിൻ്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണ് എല്ലാ ദിവസവും. ആപ്പിളിൻ്റെ സ്റ്റോക്കിൽ വാല്യൂ നമ്മൾ US ഡോളറിൽ നോക്കുമ്പം, ഇപ്പം ആപ്പിൾ സ്റ്റോക്ക് എടുക്കാം. ഓക്കെ, നമുക്കിവിടെ ഈ ഒരു ചാർട്ടിലേക്ക് പോവാം. ഓക്കെ, ആപ്പിളിൻ്റെ സ്റ്റോക്ക് എടുക്കുമ്പോൾ US ഡോളറിൽ എങ്ങനെയാണ് പ്രൈസ് പോയിക്കൊണ്ടേയിരിക്കുകയാണ് അല്ലേ, മേപ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. $240. നമുക്കിവനെ US ഡോളറിൽ കാണണ്ട, നമുക്കിനി ബിറ്റ്കോയിൻ സ്റ്റാൻഡേർഡിൽ ആപ്പിൾ എങ്ങനെ പെർഫോം ചെയ്യുന്നതെന്ന് കാണാം. ആപ്പിൾ എടുക്കുമ്പോൾ അതിന് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആപ്പിളിൻ്റെ സിമ്പിൾ കൊടുക്കുക, AAPL/SATS USD. US ഡോളറിലാണ് നമ്മളത് കാണുന്നത്. നോക്കിയേ, ബിറ്റ്കോയിൻ സ്റ്റാൻഡേർഡിൽ ആപ്പിളിൻ്റെ വാല്യൂ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റിയൽ എസ്റ്റേറ്റിൻ്റെ വാല്യൂ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ബിറ്റ്കോയിൻ്റെ സ്റ്റാൻഡേർഡിൽ. അതായത് US ഡോളറിൽ വീടിൻ്റെ വില മേപ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ അതേ വീട് വർഷങ്ങൾക്ക് ശേഷം വാങ്ങിക്കുമ്പോൾ കുറച്ച് ബിറ്റ്കോയിൻ കൊടുത്താൽ മതി. സെയിം കോൺസെപ്റ്റ് തന്നെ ഇവിടെ. അതായത് നിങ്ങൾക്കിവിടെ കാണാം,
ഉണ്ട്. നമ്മുടെ ആപ്പിളിൻ്റെ സ്റ്റോക്ക് എടുക്കാം. ആപ്പിളിൻ്റെ സ്റ്റോക്ക് എടുക്കുമ്പോൾ എത്രയാണ്? $240 അല്ലേ? $240 ഇപ്പോൾ എത്ര സതോഷി കിട്ടുമെന്ന് നോക്കാം. 2,85,000 സതോഷി കിട്ടും. ഓക്കെ, അത് പോയോ? ഓക്കെ, നമുക്കൊന്നും കൂടെ ടൈപ്പ് ചെയ്യാം. അതായത് AAPL/SATS/USD എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. അതായത് നോക്കിയോ, ഇത് സാറ്റ്സിൻ്റെ എണ്ണമാണ്. 2,85,000 സാറ്റ്സ് വേണം. അതായത് $240 ഇപ്പോഴത്തെ ആപ്പിളിൻ്റെ വില. $240. ആ $240 കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ 2,85,000 സതോഷിയെ കിട്ടും. സെയിം തന്നെ, അതായത് നമ്മുടെ റിയൽ എസ്റ്റേറ്റിൻ്റെ സെയിം കോൺസെപ്റ്റ്. നാളെ എന്ത് പറ്റും? ഇതിൻ്റെ വാല്യൂ, ആപ്പിളിൻ്റെ വാല്യൂ ബിറ്റ്കോയിൻ എത്ര കുറഞ്ഞു വരും. അപ്പം നമ്മുടെ ആപ്പിളിൻ്റെ വാല്യൂ 240 നിന്ന് ചിലപ്പോൾ 350 ആവും, അല്ലെങ്കിൽ 300 ആകും, അല്ലെങ്കിൽ 400 ആവും. ആ $400 കൊടുത്താൽ നിങ്ങൾക്ക് കുറച്ച് സാറ്റ്സേ കിട്ടൂ, അല്ലെങ്കിൽ 48,000 സാറ്റ്സേ കിട്ടൂ. ഈ 2,85,000 ഇപ്പോഴത്തെ സ്ഥാനത്ത് 48,000 കിട്ടൂ. മനസ്സിലാവുന്നുണ്ടോ ഞാനീ പറയുന്നത്? കുറച്ച് നേരം ഒന്ന് ഇരുന്ന് ചിന്തിക്കും. മൈൻഡ് ഒന്ന് ബ്ലാങ്ക് ആയി, ചിലരുടെ മൈൻഡൊക്കെ ഒന്ന് ബ്ലാങ്ക് ആയിട്ട് ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന് തോന്നുന്നുണ്ടായിരിക്കും. കുറച്ച് നേരം ഇരുന്നിട്ട് സ്വസ്ഥമായിട്ടൊന്ന് ചിന്തിക്കുക. നമ്മുടെ ഈ വീഡിയോ, ഈ റിയൽ എസ്റ്റേറ്റിൻ്റെ കാര്യം കണ്ടിട്ട് ആ ഒരു കോൺസെപ്റ്റ് ഇതിനകത്തോട്ട് കൊണ്ടുവരാൻ വളരെ ഈസിയാണ്. സെയിം കോൺസെപ്റ്റ് തന്നെയാണ്. ഈ ചാർട്ടിനകത്തോട്ട് ഞാൻ നിങ്ങളെ കാണിക്കുന്നതേ ഉള്ളൂ. ആപ്പിൾ അവിടെ നിൽക്കട്ടെ, നമുക്കിനി ടെസ്ല നോക്കാം. ടെസ്ല നിങ്ങൾ കണ്ടല്ലോ, $, അങ്ങ് പറന്നുകൊണ്ടിരിക്കുകയാണല്ലേ. എങ്കിൽ നമുക്ക് ടെസ്ലയിൽ നമ്മുടെ ബിറ്റ്കോയിൻ സ്റ്റാൻഡേർഡിൽ ടെസ്ല എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം. Tesla/SATS/USD എൻ്റർ. എന്താണ് നമ്മൾ കാണുന്നത്? ഇപ്പോഴത്തെ ടെസ്ലയുടെ വാല്യൂ എത്ര? $290 കൊടുത്തു കഴിഞ്ഞാൽ 3,40,000 സതോഷിയെ കിട്ടും. അതായത് 290 കൊടുത്തു കഴിഞ്ഞാൽ 3,40,000 സതോഷിയെ കിട്ടും. അപ്പോൾ കുറച്ച് നാളും കൂടെ കഴിയുമ്പോൾ എന്ത് പറ്റും? ഇത് താഴോട്ട് വരും അല്ലേ? വില സതോഷിയിൽ, ബിറ്റ്കോയിനിൽ താഴോട്ട് വരും. അപ്പോൾ ടെസ്ല ആണെങ്കിൽ എന്ത് ചെയ്യും? ചിലപ്പോൾ ഒരു $400 ആയേക്കാം അല്ലേ? ടെസ്ലയിൽ സ്റ്റോക്കിൽ ഇട്ടേക്കുന്ന ആൾ ഭയങ്കര സന്തോഷമായിരിക്കും, $400 പക്ഷേ ബിറ്റ്കോയിൻ മേടിച്ചേക്കുന്നവനാണ് ഏറ്റവും കൂടുതൽ ലാഭം. അവന് കുറച്ച് ബിറ്റ്കോയിൻ സാറ്റ്സ് കൊടുത്താൽ ഈ ടെസ്ലയുടെ ഒരു സ്റ്റോക്ക് കിട്ടും. പക്ഷേ എന്തിന് കൊടുക്കണം, എന്തിന് മേടിക്കണം ടെസ്ലയുടെ സ്റ്റോക്ക്? കാരണം അവൻ ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്തിരിക്കുന്നിടത്തോളം കാലം ടെസ്ലയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്തിന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു മണി കൺവേർട്ട് ചെയ്തിട്ട് ചീപ്പായിട്ടുള്ള ഒരു അസറ്റിലേക്ക് മാറ്റണം? വൈ യു സെല്ലിങ് ബിറ്റ്കോയിൻ ഫോർ വാട്ട്? ലോകത്തിലെ എന്ത് സാധനത്തിന് വേണ്ടി നിങ്ങൾ ബിറ്റ്കോയിൻ സെല്ല് ചെയ്യണം? ഓഫ് കോഴ്സ് ചില സമയത്ത് നമ്മൾ വീട്ടിൽ പെട്ടെന്ന് ആർക്കെങ്കിലും ഒരു അത്യാഹിതം, ഒരു അപ്പനോ അമ്മയ്ക്കോ പെട്ടെന്നൊരു അത്യാവശ്യം വന്ന് നമ്മുടെ കയ്യിൽ വേറെ പൈസയില്ല, ബിറ്റ്കോയിനോ ഉള്ളെങ്കിൽ വി വിൽ സെൽ ഇറ്റ്, ദാറ്റ്സ് ഓക്കെ. പക്ഷേ വേറൊരു അസറ്റിന് വേണ്ടി വൈ ഷുഡ് വി സെൽ ബിറ്റ്കോയിൻ ഫോർ വാട്ട്? ലോകത്തിലെ 5ാം സ്ഥാനത്ത് നിൽക്കുന്ന അസറ്റിന് വേണ്ടിയോ? അതിനുവേണ്ടിയാണോ ലോകത്തിലെ ഏറ്റവും ടോപ്പായിട്ടുള്ള അസറ്റ് നിങ്ങൾ വിറ്റിട്ട് മേടിക്കുന്നത്? സോ നിങ്ങളുടെ കണ്ണാടിയുടെ മുന്നിൽ ചെന്ന് നിൽക്കുക, എന്നിട്ട് യു ഹാവ് ടു ആസ്ക് യുവർ സെൽഫ്, ഫോർ വാട്ട് റീസൺ ഐ നീഡ് ടു സെൽ നമ്പർ 1 അസറ്റ് ഫോർ ദ ഫിഫ്ത്ത് വൺ അസറ്റ്, അല്ലെങ്കിൽ എയ്ത്ത് അസറ്റ്, 8ാം സ്ഥാനത്തുള്ള അസറ്റിന് വേണ്ടി എന്തിന് നിങ്ങൾ ടോപ്പായിട്ടുള്ള ഈ ബിറ്റ്കോയിൻ സെല്ല് ചെയ്യണം? ആളുകൾ ഈ ബിറ്റ്കോയിൻ സെല്ല് ചെയ്തിട്ട് ഈ ഫിയറ്റ് കറൻസി പ്രോഫിറ്റ് എടുക്കുന്ന കാണുമ്പോൾ ഇറ്റ്സ് സോ സില്ലി ബഡി. ഐ എം സോ സോറി ടു ദം. ലൈക്ക് എനിക്ക് കഷ്ടം തോന്നും. ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിൽ പിള്ളേർ ബിറ്റ്കോയിൻ ട്രേഡ് ചെയ്തിട്ട് ഇന്ത്യൻ റുപ്പി അല്ലെങ്കിൽ $US കൊണ്ടാക്കുന്നത്. ബട്ട് I have no idea what they are doing. Maybe in future they will understand what they were doing. Okay. അപ്പം ടെസ്ലയുടെ അവസ്ഥ കണ്ടല്ലോ, ബിറ്റ്കോയിനെതിരെ ഇസ് ഗോയിങ് ഡൗൺ. അതായത് നിങ്ങൾ ബിറ്റ്കോയിൻ സൂക്ഷിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ഇന്ന് നിങ്ങളുടെ ടെസ്ലയുടെ ഈ ഒരു 240 ഷെയറിന് ഒരു ഷെയർ വിറ്റിട്ട് ബിറ്റ്കോയിൻ വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ 3,46,000 സതോഷി കിട്ടും. നാളെ ഒരു 3 മാസം കഴിയുമ്പോഴത്തേക്ക് ടെസ്ലയുടെ വാല്യൂ $290 എന്നുള്ളത്
$290 എന്നുള്ളത് $US ഫിയറ്റ് കറൻസിയിൽ ഇത് സാധനം പൊങ്ങും വാല്യൂ. പക്ഷേ പൊങ്ങിയാലും നിങ്ങൾക്ക് ഈ കുറഞ്ഞ സതോഷിക്ക് നിങ്ങൾക്കത് മേടിക്കാൻ ഒക്കും. അത് മേടിക്കണം എന്നല്ല പറയുന്നത്, ഞാൻ കോൺസെപ്റ്റ് പറഞ്ഞാൽ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇനി നമുക്ക് ടോപ്പായിട്ടുള്ളത് NVIDIA നോക്കാം. NVDA/SASUSD. ലോകത്തിലെ തന്നെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള NVIDIA ആണ് ഇപ്പം. സി what they're doing. Where the pen and they. Okay, so gradually it will come back. Boom. But everything will go down against Bitcoin. MSTR എടുക്കാം. MSTR കുറച്ച് ഡിഫറെൻ്റ് ആയിരിക്കണം. USD. സോ MSTR പയ്യെ പൊങ്ങാൻ തുടങ്ങി. കാരണം എന്താണ്? ബിറ്റ്കോയിന് 10% പൊങ്ങുമ്പോൾ MSTR ഒരു 30%. 1:3, 1:4 റേഷ്യോയിൽ MSTR സഞ്ചരിക്കും. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു കാണുന്ന ഡിഫറൻസ് കാണുന്നത്. ലോകത്തിലെ എല്ലാം എന്ത് നോക്കിയാലും ഇനി നമുക്ക് US ഡോളറിനെ നോക്കാം. നമ്മൾ പറഞ്ഞല്ലോ, നിങ്ങൾ ഗൾഫിൽ കിടക്കുന്നു, ദിർഹം സമ്പാദിക്കുന്നു, അത് നേരെ നാട്ടിലോട്ട് അയക്കുന്നു. നാട്ടിലോട്ട് അയക്കുന്നത് എന്തുകൊണ്ടാണ്? ഇന്ത്യൻ റുപ്പി ദിർഹത്തിനെതിരെ വാല്യൂ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലേ? പക്ഷേ ഇതിനേക്കാളും ടോപ്പിൽ നിൽക്കുന്ന US കറൻസിയാണ്. ലോകത്തിലെ ഏറ്റവും ഹാർഡല്ല, ഏറ്റവും ടഫസ്റ്റ് ആയിട്ടുള്ള കറൻസി US ആണ്. നമുക്ക് US-ൻ്റെ ഡോളറിൻ്റെ അവസ്ഥ എന്താണ് നമുക്ക് നോക്കാം ബിറ്റ്കോയിനെതിരെ. അതിന് DXY/SASUSD. എന്താണ് US ഡോളറിൻ്റെ അവസ്ഥ? US ഡോളറിൻ്റെ അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള രാജ്യങ്ങളുടെ കറൻസിയുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മുടെ ദർഹവും എല്ലാം US ഡോളറായിട്ട് പെഗ് ചെയ്തേക്കുവാണ്. US ഡോളർ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ വാല്യൂ മൂവ് ചെയ്യും കമ്പയർ ചെയ്യുമ്പോൾ. അപ്പം US ഡോളറിൻ്റെ അവസ്ഥ ഇതാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. സോ I don't understand guys this thing. Oh my god, I don't understand. This is gold. ഗോൾഡിൻ്റെ അവസ്ഥ എന്താണ്? ഗോൾഡും ബിറ്റ്കോയിനെതിരെ താന്നുകൊണ്ടേയിരിക്കുന്നു അല്ലേ? ലോകത്തൊന്നും ബിറ്റ്കോയിനെതിരെ വാല്യൂ മേപ്പോട്ട് പൊങ്ങത്തില്ല. കാരണം എന്താണ്? 21 മില്യനേ ഉള്ളൂ ബിറ്റ്കോയിൻ. സോ എല്ലാ ലോകത്തിലുള്ള എല്ലാ വാല്യൂവിനെയും കാൽക്കുലേഷൻ ചെയ്യാൻ 21 മില്യനേ ഉള്ളൂ ബിറ്റ്കോയിൻ. സോ ബിറ്റ്കോയിൻ കൈവശം വെക്കുന്നവരുടെ ചുറ്റുമുള്ള എല്ലാം അവർക്ക് ഈസി ആയിട്ട് അഫോർഡബിൾ ആവും ഓരോ 4 കൊല്ലം ഇരിക്കുകയല്ലേ. ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സെയിങ്? ഇനി വേറൊരു ചെറിയ കൂടെ കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് നമുക്ക് ഇത് ക്ലോസ് ചെയ്യാം. സെയിം തന്നെ നമ്മൾ നേരത്തെ കാണിച്ച ഈ ഒരു വെബ്സൈറ്റിൽ കണ്ടത് തന്നെ കുറച്ച് പിക്ചറിലാണ് നമ്മളിത് കാണുന്നത്. അപ്പോൾ വേഗം മനസ്സിലാവും. 2012 ഈ വീടിന് 50,000 ബിറ്റ്കോയിൻ കൊടുക്കണമായിരുന്നുണ്ടെങ്കിൽ 2016 അതേ വീടിന് 697 ബിറ്റ്കോയിൻ കൊടുത്താൽ മതി. 2020 46 ബിറ്റ്കോയിനും 2024 ഏകദേശം 4-5 ബിറ്റ്കോയിൻ കൊടുത്താൽ മതി. 2028 ചിലപ്പോൾ 1/2 ബിറ്റ്കോയിൻ കൊടുത്താൽ മതിയായിരിക്കും അതേ വീടിന്. 2032 ചിലപ്പം 0.005 ബിറ്റ്കോയിൻ കൊടുത്താൽ മതിയായിരിക്കും. 2036 0.0005 ബിറ്റ്കോയിൻ കൊടുത്താൽ മതിയായിരിക്കും അമേരിക്കയിൽ ഒരു വീട് വാങ്ങിക്കാൻ വേണ്ടി. ഡു യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം സെയിങ്? ഒന്നും കൂടെ വരച്ച് കാണിച്ചിട്ട് നമുക്കിത് നിർത്താം. 2028 0.5 ബിറ്റ്കോയിൻ വേണം. 1/2 ബിറ്റ്കോയിൻ വേണമായിരിക്കും ഒരു വീട് മേടിക്കാൻ. ഇതേ വീട് 2032 0.05 5%, ഒരു ബിറ്റ്കോയിൻ 5% ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് US-ലുള്ളൊരു ആവറേജ് വീട് മേടിക്കാം. 36 0.005 ബിറ്റ്കോയിൻ മതിയായിരിക്കും നിങ്ങൾക്ക് US-ലുള്ളൊരു വീട് മേടിക്കാൻ. ഡു യു അണ്ടർസ്റ്റാൻഡ് ദിസ് തിങ്സ്? നിങ്ങൾ ബിറ്റ്കോയിൻ ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ബൈ എനിത്തിങ് ഓൺ ദിസ് പ്ലാനറ്റ്. എനിത്തിങ് ഓൺ ദിസ് പ്ലാനറ്റ്. കാരണം ലോകത്തുള്ള എല്ലാ സാധനങ്ങളും US ഡോളറിൽ വിലയുള്ള എല്ലാ സാധനങ്ങളുടെയും വാല്യൂ ബിറ്റ്കോയിനെതിരെ കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്.
Do you understand? I traded Bitcoin today. I got 50,000 rupees profit. Morons. It's so silly, buddy. Just hold it. Just hold it forever. നാളെ നിങ്ങൾക്കിത് ബിറ്റ്കോയിൻ വിൽക്കേണ്ടി വരത്തില്ല. യു ക്യാൻ ജസ്റ്റ് ടേക്ക് ലോൺ. ഇന്ത്യക്കാർക്ക് പൊതുവേ ഇത് പറയുമ്പോൾ നമുക്ക്, ഇന്ത്യയിലുള്ള ആളുകൾക്ക് ഇത് പൊതുവേ പിടികിട്ടത്തില്ല. ഇതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. You need to take loan against your assets. ലോകത്തിലെ ഏറ്റവും വെൽത്തിയസ്റ്റ് ആയിട്ടുള്ള ഫാമിലീസ്, റോത്ത് ചൈൽഡ്, അവരൊക്കെ എന്തുകൊണ്ടാണ് അവരിങ്ങനെ ഇത്രയും വെൽത്തി ആവുന്നത്? They collect the hard assets and they will hold it for years. They will never sell it. അപ്പോൾ എങ്ങനെ ജീവിക്കും? They will take loan against it. ഇപ്പോൾ അവരുടെ വാല്യൂ, റിയൽ എസ്റ്റേറ്റിൻ്റെ വാല്യൂ 1 million ആണെന്നുണ്ടെങ്കിൽ, ജസ്റ്റ് എ കാൽക്കുലേഷൻ, 1 million ആണെന്നുണ്ടെങ്കിൽ they take a loan for 200,000 USD. After 5 years, the real estate value will go to 2 million. So they take again the loan for 400. So what they do, they take the 200 and close this one. It's done. Go on like that. It will go like that. കാരണം അവരുടെ കയ്യിൽ എന്തുകൊണ്ട്? ഹാർഡ് ആയിട്ടുള്ള അസറ്റ് ഉണ്ട്. ദാറ്റ് വാല്യൂ ഓഫ് ദാറ്റ് ഹാർഡ് അസറ്റ് വിൽ ഗോ അപ്പ് ഫോർ എവർ ആൻഡ് ദേ വിൽ ടേക്ക് ദ ലോൺ ഫോർ എവർ. വൈ? ദേ ഹോൾഡ് ദ ഹാർഡ് അസറ്റ്സ്. ദേ വിൽ നെവർ സെൽ ഇറ്റ്. റിയൽ എസ്റ്റേറ്റൊക്കെ ഡബിൾ ചെയ്യണം. അത്യാവശ്യം നല്ലൊരു റിയൽ എസ്റ്റേറ്റൊക്കെ 7 കൊല്ലം കൊണ്ട് ഒക്കെ ഡബിൾ ചെയ്യും. ബിറ്റ്കോയിൻ ഇസ് ഡബിളിങ് ഇൻ ആൻ ഇയർ. ഓക്കെ, സോ ഇത് പലർക്കും ഐ ഓപ്പണിംഗ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ടേക്ക് കെയർ. ബൈ.